ഞങ്ങൾ ഫാമിലി ആയിട്ട് US നിന്ന് നാട്ടിലോട്ടേക്ക് ഈ കഴിഞ്ഞ ജനുവരിയിൽ എയർപോർട്ടിൽ ഞങ്ങൾ ലാസ്റ്റ് ജനുവരി 18 ഞങ്ങൾ US നിന്ന് വരികയായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ പോരുന്നതിൻ്റെ 2 ദിവസം മുന്നേ ആൾക്ക് ചെറിയൊരു ന്യൂമോണിയയുടെ ഒരു സിംറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് വറീഡായിരുന്നു. ഞങ്ങൾ അവിടെ ഹോസ്പിറ്റൽസിൽ 2-3 ടൈംസ് അവിടെ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞത് ഹീസ് ഫൈൻ, റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എയർ ട്രാവലൊന്നും കുഴപ്പമില്ല. അങ്ങനെ ആ ഒരു ഫുൾ അഷുറൻസ് കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. സാൻ ഫ്രാൻസിസ്കോ ദുബായ് ഒരു 16 hours ഫ്ലൈറ്റ് ആയിരുന്നു. ആ ഫ്ലൈറ്റിലും ആൾ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും വിസിബിളി കുഴപ്പമൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. ദുബായിൽ ഞങ്ങളെത്തി. ദുബായിലും ആൾ വളരെ ആക്റ്റീവായിരുന്നു. പക്ഷേ ദുബായ് ടു കൊച്ചിൻ ഫൈനൽ ലെഗിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾ കാർട്ടൂൺ ഇങ്ങനെ TV യിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹെഡ്ഫോണെല്ലാം വെച്ച്. അപ്പോൾ പെട്ടെന്ന് ആൾ റെസ്പോൺസീവ്നെസ് ഇല്ലാതായി. ആളുടെ ഐ കോണ്ടാക്റ്റ് തരുന്നില്ല, ആൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്നിട്ട് ഫ്ലൈറ്റിൽ അനൗൺസ് ചെയ്തു ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ, ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ 2 ഡോക്ടേഴ്സ് ആ സമയത്ത് മുന്നോട്ട് വന്നു. അവനാകെ ബ്ലൂ ആയിരുന്നു, അല്ല ബ്രീത്തെല്ലാം സ്റ്റോപ്പ് ആവുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ആ സമയത്ത് അവർ എയർവേ അവിടെ ഉള്ള ഫ്ലൈറ്റിലുള്ള ലിമിറ്റഡ് റിസോഴ്സസ് വെച്ച് വീണ്ടും ഓക്സിജൻ അറ്റ്ലീസ്റ്റ് ബ്രീത്തിങ് അവൻ്റെ ഓക്കെ ആക്കി. പക്ഷേ സ്റ്റിൽ അപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ലാൻഡ് ചെയ്യണം, കാരണം ഇതങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല, വളരെ ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞു. മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കിട്ടി. ലാൻഡ് ചെയ്ത വഴിക്ക് അവിടെ റൺവേയിൽ ആംബുലൻസ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. നേരെ ആംബുലൻസിൽ കയറി. അപ്പം അങ്ങനെ അവിടെ നിയറസ്റ്റ് സൂര്യ ഹോസ്പിറ്റൽസ്, ഒരു പീഡിയാട്രിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി ഹൈ ഫ്ലോ ഓക്സിജൻ സപ്പോർട്ടിലോട്ടേക്ക് ആക്കി. അത് കഴിഞ്ഞ് 6th day നോർമൽ റൂമിൽ നിന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് മുംബൈയിൽ നിന്ന് കൊച്ചിയിൽ ഫൈനലി നമ്മൾ ഫ്ലൈറ്റ് കയറി. ഇവഞ്ച്വലി നമ്മളങ്ങനെ 6 ദിവസം കഴിഞ്ഞ് കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. ഞങ്ങൾ എയർപോർട്ടിൽ കൊണ്ട് നടന്നു വരുമ്പോൾ സ്റ്റീവ് ഇവൻ തന്നെ അവൻ്റെ ഹൈറ്റിനേക്കാൾ ഇച്ചിരി പൊക്കത്തിലാണ് ഒരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഈശോയുടെ ഒരു ചെറിയൊരു രൂപം ആൾ സ്പോട്ട് ചെയ്തു. അപ്പോൾ അത് ഞങ്ങൾക്ക് വിളിച്ച് കാണിച്ചു, ദർ ഇസ് എൻ ഈശോ ലൈങ് ഡൗൺ ദർ എന്ന് പറഞ്ഞിട്ട് ആ ഈശോയുടെ ചെറിയൊരു ഈശോയുടെ രൂപം ആൾ ഫൈൻഡ് ചെയ്തു. അപ്പോൾ അവനത് വേണമെന്ന് പറഞ്ഞ് ഞങ്ങളത് എടുത്തു കൊടുത്തു. അപ്പോൾ അവൻ്റെ ബാഗിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ബാഗിൽ അതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇതെല്ലാം ആ ഒരു വലിയ അടയാളങ്ങളായിട്ട്, ശരിക്കും ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയായിട്ടും അടയാളമായിട്ടൊക്കെയാണ് ഇത് ഞങ്ങൾ കാണുന്നത്.